Hi guys, welcome back to a new video. SSLC English പാഠപുസ്തകത്തിലെ ലാംഗ്വേജ് എലമെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോക്കകത്ത് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. So in the first video, we learned the different kinds of sentences in English. ഇംഗ്ലീഷ് ഭാഷയിലെ വ്യത്യസ്തമായിട്ടുള്ള sentences, 4 types of sentences ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. And after that, what is subject part and what is predicate part of a sentence. ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് പാർട്ട് എന്താണ്, പ്രെഡിക്കേറ്റ് പാർട്ട് എന്താണ്, ഇവയെ എങ്ങനെ കണ്ടുപിടിക്കാം, ഇവയെ എങ്ങനെ വേർതിരിക്കാം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. And after that, we studied what is a noun phrase and a verb phrase. ഒരു noun phrase പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഒരു verb phrase എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Then after that we went to different parts of a noun phrase. ഒരു noun phraseന്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു noun phraseന്റെ ഡിവിഷൻസ്, ഒരു noun phraseനകത്ത് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചേരുമ്പോഴാണ് ഒരു noun phrase ഉണ്ടാവുന്നത്? പ്രീ ഡിറ്റർമിനർ, ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ്, ഹെഡ് വേർഡ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്, റിലേറ്റീവ് ക്ലോസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു noun phraseനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നിരുന്നാൽ ഒരു noun phrase ഉണ്ടാവണമെങ്കിൽ ഇവയെല്ലാം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇത്രയും കോൺസ്റ്റിറ്റ്യുവൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു noun phraseനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ സഹിതം പഠിച്ചിട്ടുണ്ട്. സോ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോയിലോട്ട് കിടക്കാം. കാരണം കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ noun phraseും അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസുമാണ് പഠിച്ചതെങ്കിൽ ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ verb phrase അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് പാർട്ട്, അതിനകത്ത് വരുന്ന verb phrasesനകത്ത് വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസ്, എന്തൊക്കെ ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു verb phrase ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഇംഗ്ലീഷ് ഭാഷയിലെ സെൻറ്റൻസ് പാറ്റേൺസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങൾ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് എടുത്തു വെക്കുക. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടോപ്പിക്സും അതിൻ്റെ ഹെഡിങ് എഴുതണം, അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം, അതിൻ്റെ എക്സാമ്പിൾസും എഴുതി വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. ആ കാര്യം കൃത്യമായിട്ട് ചെയ്യാതെ നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ മനസ്സിൽ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല, പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് നമുക്ക് മാർക്ക് കിട്ടാനും സാധിക്കില്ല. സോ ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതെന്താണെന്നത് വായിച്ചു നോക്കാം. Both the welfare tigers in the lorry which were brought from the Bharat circus were robust. So now let us analyze the sentence as follows. ഇനി നമുക്ക് ഈ സെൻറ്റൻസിൽ നിന്ന് എന്ത് ചെയ്യാം, noun phraseനെയും verb phraseനെയും കണ്ടുപിടിക്കാം. So what is the noun phrase of this sentence? Both the welfare tigers in the lorry which were brought from the Bharat circus എന്ന് വരെയുള്ള ഭാഗമാണ് ഇതിൽ noun phrase. And what is verb phrase? Were robust. Were robust എന്നുള്ള ഭാഗം ഇതിനകത്ത് verb phrase ആണ്. സോ എങ്ങനെയാണ് നമ്മൾ ഈ സെൻറ്റൻസിലെ noun phraseനെ മനസ്സിലാക്കിയിട്ടുള്ളത്? കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള സബ്ജക്റ്റും പ്രെഡിക്കേറ്റും വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ എന്തായിരുന്നു? എവിടെ വെച്ച് വേർബ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നോക്കുക. ആ വേർബ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള ഭാഗം എന്തായിരിക്കും? സബ്ജക്റ്റ് പോർഷൻ ആയിരിക്കും. അതിനുശേഷമുള്ളത് പ്രെഡിക്കേറ്റും ആയിരിക്കും. സോ ഈ സെൻറ്റൻസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ were robust എന്ന ഭാഗത്ത് മാത്രമാണ് വേർബ് വരുന്നുള്ളൂ. സോ ഇവിടെ ചിലർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം വിച്ച് were brought എന്ന് കാണുന്നുണ്ട് അല്ലേ, വിച്ച് were brought. അപ്പോൾ നമുക്കറിയാം ബ്രോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വേർബിനെ ഡിനോട്ട് ചെയ്യുന്നൊരു വേർഡാണ്, കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം ഇവിടെ ഈ സെൻറ്റൻസിൻ്റെ സെൻസ് നമ്മൾ എടുക്കണം അല്ലേ. ഈ സെൻറ്റൻസിൽ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 2 ടൈഗേഴ്സ്, ഭാരത് സർക്കസിൽ നിന്ന് കൊണ്ടുവന്ന 2 ടൈഗേഴ്സും എന്തായിരുന്നു? they were robust. നല്ല ആരോഗ്യമുള്ള 2 ടൈഗേഴ്സ് ആയിരുന്നു എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ വിച്ച് were brought എന്നുള്ളത് ഫംഗ്ഷൻ ചെയ്യുന്നത് വേർബായിട്ടല്ല, ഒരു റിലേറ്റീവ് ക്ലോസ് ആയിട്ടാണ്. അതുപോലെ ഇൻ ദ ലോറി എന്നുള്ളത് നമുക്കൊരു പൊസിഷണൽ ഫ്രേസ് ആയിട്ടോ കണക്കാക്കാവുന്നതാണ്. പക്ഷെ ഇത് രണ്ടും ഇവിടെ എന്തിന്റെ ഭാഗമാണ്? സബ്ജക്ട് പോർഷന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നൗൺ ഫ്രേസിന്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ നൗൺ ഫ്രേസിനകത്ത് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നൗൺ ഫ്രേസ് ബോത്ത് ദ വെൽഫെയർ ടൈഗേഴ്സ് ഇൻ ദ ലോറി വിച്ച് were brought from the Bharat circus എന്ന് വരെയുള്ള ഭാഗമാണ് ഈ സെന്റൻസിലെ നൗൺ ഫ്രേസ് അല്ലെങ്കിൽ സബ്ജക്ട് പാർട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനകത്ത് വരുന്നത് ഫസ്റ്റ് വി ക്യാൻ സീ പ്രീ ഡിറ്റർമിനർ, ബോത്ത് എന്നുള്ളത് ഇവിടെ
പ്രീ ഡിറ്റർമിനർ ആണ്. ഡിറ്റർമിനർ ആയിട്ട് ദ, അഡ്ജക്റ്റീവ് ആയിട്ട് വെൽ ഫെഡ്, നൗൺ അല്ലെങ്കിൽ ഹെഡ് വേർഡ് ആയിട്ട് ടൈഗർ, പ്രിപ്പോസിഷണൽ ഫ്രേസ് ഇൻ ദ ലോറി, റിലേറ്റീവ് ക്ലോസ് വിച്ച് were brought from the ഭാരത് സർക്കസ്. ഇത്രയും ഭാഗങ്ങൾ ചേർത്തുകൊണ്ട്, ഇത്രയും ഘടകങ്ങൾ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ലെങ്തി ആയിട്ടുള്ളൊരു നൗൺ ഫ്രേസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതിലേക്കൊന്ന് പോയി നോക്കാം. Now let us discuss the verb phrase, the predicate part of a sentence. Look at the picture below and the sentence attached. ഇനി നമുക്ക് മറ്റൊരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ verb phrase അല്ലെങ്കിൽ predicate part ഒന്ന് നമുക്ക് പോയി നോക്കാം. The sentence is, the dwarf went down on all the fours on a chalk mark on the floor. Project Tiger എന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സെന്റൻസ് ആണിത്. The dwarf went down on all the fours on a chalk mark on the floor. ഈ സെന്റൻസിലെ noun phrase the dwarf ആണ് നമുക്ക് ഓൾറെഡി അറിയാം. And the verb phrase is of course went down on all the fours on a chalk mark on the floor. noun phrase-നെയും verb phrase-നെയും കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചുകൊണ്ട് നമുക്കത് എളുപ്പത്തിൽ രണ്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. കാരണം verb phrase എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is part of predicate of a sentence എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. verb is the key word of a verb phrase. verb phrase-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം verb തന്നെയാണ്. sometimes followed by other constituents. ചില സമയങ്ങളിൽ verb കൂടാതെ മറ്റ് ഘടകങ്ങളും ഒരു verb phrase-നകത്ത് വരാറുണ്ട്. Another example is given here. Mr. Thorat trains the animals in Bharat Circus. ഇവിടെ trains the animals in Bharat Circus എന്നതാണ് verb phrase. ഇനി നമുക്ക് തന്നിട്ടുള്ള ഈ സെന്റൻസിലെ verb phrase-നെ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ആദ്യമായി ഈ സെന്റൻസിന്റെ noun phrase-ഉം verb phrase-ഉം നമുക്ക് കണ്ടുപിടിക്കാം. The dwarf is a noun phrase. Went down on all the fours on a chalk mark on the floor is a verb phrase. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ഈ noun phrase-നകത്ത് രണ്ട് കോൺസ്റ്റൻസേ ഉള്ളൂ, ഡിറ്റർമിനർ ആൻഡ് ഹെഡ് വേർഡ്. ദ എന്നുള്ള ആർട്ടിക്കിൾ ആയിട്ടുള്ള ഒരു ഡിറ്റർമിനറും ഉണ്ട്, ഡ്വാർഫ് എന്നുള്ളൊരു ഹെഡ് വേർഡ് അല്ലെങ്കിൽ ഒരു നൗണും മാത്രമേ ഈ നൗൺ ഫ്രേസിനുള്ളൂ. ബാക്കി ഭാഗം മുഴുവൻ വേർബ് ഫ്രേസ് ആയിട്ടാണ് കിടക്കുന്നത്. ആ വേർബ് ഫ്രേസിൽ എന്തെല്ലാം കോൺസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മെയിൻ വേർബ്, ആഡ്വേർബ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്. അതായത് ഒരു മെയിൻ വേർബും ഒരു ആഡ്വേർബും അതുകൂടാതെ 3 പ്രിപ്പോസിഷണൽ ഫ്രേസുള്ളൊരു വേർബ് ഫ്രേസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ വാട്ട് ഈസ് എ മെയിൻ വേർബ്? വെന്റ് ഈസ് എ മെയിൻ വേർബ്, ഡൗൺ ഈസ് ആഡ്വേർബ്, on all the fours is a prepositional phrase, on a chalk mark prepositional phrase, on the floor prepositional phrase. So നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മെയിൻ വേർബ് കൂടാതെ ഈ സെന്റൻസിൽ ഒരു ആഡ്വേർബും 3 പ്രിപ്പോസിഷണൽ ഫ്രേസസും വേർബ് ഫ്രേസിന്റെ ഭാഗമായിട്ട് ഈ സെന്റൻസിൽ വന്നിട്ടുണ്ട്. സോ ആഡ്വേർബ് കൂടാതെ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്നൊരു കോൺസ്റ്റന്റും ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള സെന്റൻസിലുണ്ട്. അതുകൊണ്ട് എന്താണ് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. A prepositional phrase is a group of words consisting of a preposition as the head word of the phrase. നമുക്കൊരു ഫ്രേസ് ലഭിച്ചിട്ടുണ്ട്. ആ ഫ്രേസിനകത്ത് ഹെഡ് വേർഡ് ആയിട്ട് വരുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണെന്ന് കരുതുക. അത്തരത്തിലുള്ള ഫ്രേസസിനെ നമ്മൾ എന്ത് പറയും? പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ബിഗിനിങ്. അതിനകത്ത് നമുക്കറിയാം ഇൻ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ വെച്ചാണ് ആ ഫ്രേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇൻ ദ ബിഗിനിങ് is an example for a prepositional phrase. By the end of the story is another example for prepositional phrase. In the classroom is an example for prepositional phrase. Now let's go to another sentence. Ali's father is sitting on a chair. This sentence is a noun phrase um verb phrase vedana. Ali's father is a noun phrase. He is sitting on a chair is a verb phrase. Ee verb phrase il endokke consonants unde? Is the auxiliary verb, sitting is a verb, on a chair is a prepositional phrase. So auxiliary verb, verb and prepositional phrase. So what is auxiliary verb or helping verb? Is, are, am, was, were, has, have, had, do, does, did, will, would, can, could, shall, should, may, might, must, dare, need, ought to, used to എന്നീ വാക്കുകളെ നമ്മൾ എന്ത് പറയുന്നത്
ഹെൽപ്പിംഗ് വേർബ്സ് ഓർ ഓക്സിലറി വേർബ്സ്. ഈ ഓക്സിലറി വേർബ്സിനെ നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന പേരിലും വിളിക്കാറുണ്ട്. നമുക്കറിയാം വേർബ് പറഞ്ഞാൽ ഒരു പ്രവൃത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അത്തരത്തിലുള്ള ആക്ഷൻ വേർഡ്സ് ഇല്ലാത്ത സെന്റൻസസിൽ ഹെൽപ്പിംഗ് വേർബ്സ് ആണ് ആ ജോലി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് എ ഡോക്ടർ. ആ സെന്റൻസിൽ നമുക്ക് എന്തില്ല, ഒരു ആക്ഷൻ വേർഡ് ഇല്ല. പക്ഷെ അവിടെ എന്തുണ്ട്, ഈസ് എന്നുള്ള വേർഡാണ് അവിടെ വേർബായിട്ട് വർക്ക് ചെയ്യുന്നത്, ഒരു ബിയുടെ ഫോമായിട്ട് അല്ലേ. ഒരാൾ ആയിരിക്കുന്ന അവസ്ഥയെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഡോക്ടർ ആകുന്നു. അത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ത്, ഈ ഓക്സിലറി വേർബ് പല ഘട്ടങ്ങളിലും ഹെൽപ്പിംഗ് വേർബായിട്ട് പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ ആക്ഷൻ വേർഡ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്സിലറി വേർബ്സിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹി വിൽ കം, ദേ മൈറ്റ് ഗോ, ഹി വുഡ് സിറ്റ്, ദേ ക്യാൻ സ്റ്റാൻഡ്, ഹി വിൽ വാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആക്ഷൻ വേർഡ്സ് ഉണ്ട്, മെയിൻ വേർബ് ഉണ്ട്, എന്നാലും നമുക്കതിൻ്റെ കൂട്ടത്തിൽ ഓക്സിലറി വേർബ്സിനെയും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ ഓരോ സെൻസിനും ഓരോ ടെൻസിനും അനുസരിച്ച് ആ സെന്റൻസിന്റെ മീനിങ് മാറ്റാൻ വേണ്ടി നമുക്ക് ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യാം. സോ ഈ സെന്റൻസിനകത്ത് നമുക്ക് ഓക്സിലറി വേർബ്, മെയിൻ വേർബ്, പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്നീ 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് വേർബ് ഫ്രേസിന്റെ ഭാഗമായിട്ട് വരുന്നത്. സോ അടുത്തതായി നമുക്ക് മറ്റൊരു സെന്റൻസ് ഉണ്ട്. ഈ സെന്റൻസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ്. ഒരു സെന്റൻസിലെ ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ സെന്റൻസുകളിൽ നമ്മൾ ഓക്സിലറി വേർബ്സ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ പ്രിപ്പോസിഷണൽ ഫ്രേസസും പഠിച്ചു, വേർബ് ഫ്രേസിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. ഇതിൽ നമ്മൾ ഈ സെന്റൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ഐഡന്റിഫൈ ദ ഒബ്ജക്ട് ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിന്റെ ഒബ്ജക്റ്റിനെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റും ഒരു വേർബ് ഫ്രേസിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് അറിയാമല്ലോ. Zahra passes the notebook to Ali. Passes the notebook to Ali is the verb phrase here. Zahra എന്നുള്ളത് സബ്ജക്റ്റ്, passes the notebook to Ali എന്നുള്ളത് predicate part. സോ ഈ സെന്റൻസിനകത്തുള്ള വേർബ് ഫ്രേസ് ഏതാണ്, passes the notebook to Ali എന്നുള്ളതാണ് ഇതിലെ വേർബ് ഫ്രേസ്. നമുക്കറിയാം. ഇനി ഈ വേർബ് ഫ്രേസിനകത്ത് എന്തൊക്കെ ഘടകങ്ങളുണ്ടെന്ന് നോക്കാം. passes എന്നുള്ളതൊരു വേർബാണ്. ദ നോട്ട്ബുക്ക് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. ടു അലി എന്നുള്ളതും ഒബ്ജക്റ്റ് ആണ്. അപ്പൊ 2 ഒബ്ജക്റ്റുകളുള്ള ഒരു സെന്റൻസ് ആണിത്. ഇനി ഇത് ഒബ്ജക്റ്റ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിച്ചത് നമ്മൾ? അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വേർബിനോട് നമ്മൾ വാട്ട് ഓർ ഹൂം എന്നുള്ള ചോദ്യം ചോദിക്കാം. അതിന് കിട്ടുന്ന ആൻസർ ആണ് ഒബ്ജക്റ്റ്. സോ ഇവിടെ വേർബായിട്ടുള്ളത് പാസസ് എന്നുള്ള വേർഡാണ്. പാസസ് എന്ന് പറഞ്ഞാൽ കൈമാറുക. അപ്പോൾ അവിടെ നമ്മൾ ആ പാസസ് എന്നുള്ള വേർഡിനോട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ് എന്ത് കിട്ടുക, ദ നോട്ട്ബുക്ക്. വാട്ട് പാസസ്, ദ നോട്ട്ബുക്ക് പാസസ്. സോ അതിനെ നമുക്ക് ഡിറക്റ്റ് ഒബ്ജക്റ്റ് എന്ന രീതിയിൽ എടുക്കാം. ഇനി വേർബിനോട് ടു ഹൂം, ഫോർ ഹൂം എന്നുള്ള ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരമായിരിക്കും ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ്. ഇവിടെ ആർക്കാണ് കൈമാറിയത്? അലിക്ക് കൈമാറി. സോ അലി ഈസ് ദ ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ്. ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഡിറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ലാതെ സെന്റൻസിന് കംപ്ലീറ്റ് മീനിങ് ലഭിക്കില്ല. ഇപ്പൊ നമ്മൾ പറയാണ് സെഹറ പാസസ് ടു അലി എന്ന് പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ് സെൻസ് ഇല്ല, എന്ത് കൊടുത്തു എന്നുള്ളതില്ല അല്ലെ, അലിക്ക് കൊടുത്തു എന്നല്ലാതെ എന്ത് എന്നുള്ളതില്ല. പക്ഷെ ഇവിടെ സെഹറ പാസസ് ദ നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് മീനിങ് ഉണ്ട് അല്ലെ, ആർക്ക് കൊടുത്തു എന്നുള്ളതിന്റെ ആവശ്യമില്ല. സെഹറ പാസസ് ദ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞൊരു കംപ്ലീഷൻ ഉണ്ട് സെന്റൻസിന്. സോ 2 ഒബ്ജക്റ്റ് ഉള്ള ഒരു സെന്റൻസ് ആണെന്ന് കരുതുക. ആ സെന്റൻസിൽ ഡിറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലേ ആ സെന്റൻസ് നമുക്ക് കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിന് അർത്ഥം പൂർണ്ണമാവില്ല. 2 ഒബ്ജക്ട്സ് ഉള്ള സെന്റൻസിന്റെ കാര്യമാണ് പറയുന്നത്. ആ രീതിയിൽ നമുക്ക് ഡിറക്റ്റ് ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. Now let me give you a short note or explanation about subject, verb and object. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ഇവയൊക്കെ എന്താണെന്നുള്ളതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ മലയാളത്തിൽ തരാം. നമുക്കറിയാം ഒരു സെന്റൻസിലെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്ട് ഇസ് ദ ഡൂവർ ഓഫ് ദി ആക്ഷൻ. ആ ക്രിയ ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്താ പറയാ, കർത്താവ് അല്ലെങ്കിൽ സബ്ജക്ട്. ഒരു സെന്റൻസിന്റെ സബ്ജക്ട് എന്ന് പറയാം അല്ലെ, ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ. ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടാവും, ആ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ നമ്മൾ ഒരു സെന്റൻസിലെ സബ്ജക്ട് എന്ന് പറയുന്നു. അതുപോലെ ഒരു സെന്റൻസിലെ വേർബ് പറഞ്ഞതാണ്, വേർബ് ഈസ് ദ ആക്ഷൻ വേർഡ് ഓർ ആക്ഷൻ ഓഫ് ദ സബ്ജക്ട്. ആ കർത്താവ്, ആ ക്രിയ ചെയ്യുന്ന ആള് ചെയ്യുന്ന ക്രിയയാണ് ആക്ഷനെ നമ്മൾ എന്ത് പറയാ, വേർബ് എന്ന് പറയാം. അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ സബ്ജക്ട് എന്താണെന്ന് നോക്കി, വേർബ് എന്താണെന്ന് നോക്കി, ഇനി നമുക്ക് നോക്കാനുള്ളത് ഒബ്ജക്ട് എന്താണെന്നാണ്. സോ ദ ഒബ്ജക്ട് ഓഫ് എ സെന്റൻസ് ഈസ് ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് റിസീവ്സ് ദ ആക്ഷൻ ഓഫ് ദ വേർബ്.
അതായത് ഒരു സെന്റൻസിൽ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ നടക്കുന്ന പ്രവൃത്തി റിസീവ് ചെയ്യപ്പെടുന്നത് ആരിലാണോ, അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ റിസൾട്ട് വരുന്നത് ആരിലാണോ സംഭവിക്കുന്നത്, ആ ആളിനെ നമുക്ക് എന്ത് പറയാം? ഒബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഹൂ ഓർ വാട്ട് ദാറ്റ് ദ സബ്ജക്ട് ഡസ് സംതിങ്. ആ സബ്ജക്ട് ചെയ്യുന്ന പ്രവൃത്തി ആരിൽ അല്ലെങ്കിൽ എന്തിൽ പോയിട്ട് അതിന്റെ റിസൾട്ട് സംഭവിക്കുന്നുവോ, ആ സബ്ജക്ട് ചെയ്യുന്ന ആ ആക്ഷന്റെ റിസൾട്ട് ആരിലാണോ സംഭവിക്കുന്നത്, ആ ആളിനെ നമുക്ക് എന്ത് പറയാം? ഒരു സെന്റൻസിലെ ഒബ്ജക്റ്റ് എന്ന് പറയാം. എല്ലാ സെന്റൻസിലും ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, സോ ഈ ആക്ഷൻ ചെയ്യുന്ന ആള്, അതായത് ഈ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നേരിട്ട് അനുഭവിക്കുന്നത് ആ വാക്യത്തിലെ ഒബ്ജക്റ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് എന്ത് പറയാം? ഡിറക്റ്റ് ഒബ്ജക്റ്റ്. ആ പ്രവൃത്തി ചെയ്യുന്ന ആളുടെ ആക്ഷൻ ഡിറക്റ്റ് ആയിട്ട് ആരുടെ മേലിലാണോ അതിന്റെ റിസൾട്ട് വരുന്നത്, ആ ആളിനെയോ വസ്തുവിനെയാണോ നമ്മൾ എന്ത് പറയുന്നത്? ഡിറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എൻ ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ്? ഇറ്റ്സ് എ നൗൺ, pronoun or noun phrase that occurs in addition to a direct object after some verbs and indicates the person or thing that receives what is being given or done. അതായത് ആ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം പരോക്ഷമായിട്ട് ചെന്നെത്തുന്നത് ആരിലാണോ അല്ലെങ്കിൽ എന്ത് വസ്തുവിലാണോ അതിന് നമുക്ക് എന്ത് പറയാം? ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ്. ആ പ്രധാന കർമ്മം വെർബിനോട് നമ്മൾ ആർക്ക്, ആരെ അല്ലെങ്കിൽ ആരോട് എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരമായിട്ട് വരുന്ന പദമാണ് ഒരു സെന്റൻസിലെ ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ്. എല്ലാ സെന്റൻസസിലും ഡിറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സോ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലോട്ട് പോവാം. ഗ്രാമർ എപ്പോൾ പഠിക്കുമ്പോഴും നമ്മൾ എക്സാമ്പിൾസ് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സ്റ്റഡി ദിസ് എക്സാമ്പിൾ. കാറ്റ്സ് ഈറ്റ് ഫിഷ്. കാറ്റ്സ് ഈറ്റ് ഫിഷ് എന്ന സെന്റൻസിൽ നമ്മൾ ചോദിക്കുന്നു വാട്ട് ഡു കാറ്റ്സ് ഈറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഈറ്റ് എന്നാണ് വേർബ് അല്ലേ? കാറ്റ് സബ്ജക്റ്റും. അപ്പോൾ ആ സബ്ജക്റ്റിനോട് വാട്ട് cat eats എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണെന്ത്? ഫിഷ്. ഫിഷ് ഇസ് ദ ഒബ്ജക്റ്റ് ഇൻ ദിസ് സെന്റൻസ്. ജോൺ ലവ്സ് മേരി. നമ്മൾ എന്ത് ചോദിക്കും? ഹൂ ഡസ് ജോൺ ലവ്? ആൻസർ മേരി. മേരി ഇസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ്. ഐ ലൈക്ക് ചോക്ലേറ്റ്സ്. വാട്ട് ഡു യു ലൈക്ക് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ആയിട്ട് ചോക്ലേറ്റ്സ്. അതുകൊണ്ട് ചോക്ലേറ്റ്സ് ആണ് ഒബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ്. മീന റോട്ട് എ പോം. വാട്ട് ഡിഡ് മീന റോട്ട്? എ പോം. So, poem is the object of the sentence. Ravi killed a snake. അതോടെ നമ്മൾ എന്ത് ചോദിക്കും? What did Ravi kill? രവി എന്തിനെ കൊന്നു? A snake. Snake is the object of the sentence. So, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എക്സാമ്പിൾസിൽ ഡിറക്റ്റ് ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അടുത്ത കുറച്ച് എക്സാമ്പിൾസിൽ നമുക്ക് ഡിറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റും ഉള്ള സെന്റൻസ് നോക്കാം. She bought him a present എന്നാണ് നമ്മുടെ സെന്റൻസ്. What did she buy? A present. അവൾ എന്താണ് വാങ്ങിച്ചത്? ഒരു പ്രസന്റ്. സോ പ്രസന്റ് ഈസ് ദ ഡിറക്റ്റ് ഒബ്ജക്ട്. ഫോർ ഹൂം? ആർക്കാണ് അത് വാങ്ങിച്ചത്? ഹിം. സോ ഹിം അവന് വേണ്ടി വാങ്ങിച്ചു. സോ ദാറ്റ് ഈസ് ഇൻഡിറക്റ്റ് ഒബ്ജക്ട്. നെക്സ്റ്റ് സെന്റൻസ്. ദ ടീച്ചർ ഗേവ് ദ ക്ലാസ് ആൻ അസൈൻമെന്റ്. ടീച്ചർ ഒരു അസൈൻമെന്റ് കൊടുത്തു ക്ലാസ്സിൽ. വാട്ട് ഡിഡ് ദ ടീച്ചർ ഗേവ് എന്ന് ചോദിക്കുമ്പോൾ an assignment. That is direct object. To whom? The class. That is indirect object. John brought Mary a new frock. What did John buy? John എന്താ വാങ്ങിച്ചത്? A new frock. That is direct object. For whom? For Mary. That is indirect object. Philip gave the dog a bone. What did Philip give? A bone. That is direct object. To whom? The dog. The dogനാണ് കൊടുത്തത്. That is indirect object. He told me the truth. അവൻ എന്നോട് സത്യം പറഞ്ഞു. What did he tell? The truth is direct object. To whom? Me is indirect object. So ഈ സെന്റൻസസിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. Now we have 3 questions to answer. Identify the objects and classify them as direct and indirect. തന്നിട്ടുള്ള സെന്റൻസിൽ നിന്ന് നമുക്ക് ഒബ്ജക്ട്സിനെ കണ്ടുപിടിക്കാം. അതിനെ ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടും ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടും വേർതിരിച്ചെടുക്കാം. മിസ്റ്റർ തൊറാട്ട്സ് men had fixed a 5-foot iron rod to the ground. തൊറാട്ടിന്റെ ആളുകൾ 5-foot iron rod ഗ്രൗണ്ടിൽ കുഴിച്ചിട്ടു. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു ഐഡന്റിഫൈ ദ വേർബ് ഓഫ് ദ സെന്റൻസ്. വേർബ് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് വേർബ് ഹിയർ? ഫിക്സ്ഡ്. ഫിക്സ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ വേർബ്. സോ ആ വേർബിനോട് വി ആസ്ക് വാട്ട്, എന്ത് ഫിക്സ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ വി ഗെറ്റ് ദി ആൻസർ 5-foot iron rod. 5 ഫൂട്ട് അയൺ റോഡ് ഫിക്സ് ചെയ്തു. സോ 5-foot iron rod is the object of this sentence. ഈ സെന്റൻസിനകത്ത് ഡിറക്റ്റ് ഒബ്ജക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ്
വരുന്നില്ല. ടു ദ ഗ്രൗണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ട പോലെ അലി പാസസ് ദ നോട്ട്ബുക്ക് ടു സെഹറ. ടു സെഹറ എന്നുള്ളത് കഴിഞ്ഞ സെന്റൻസിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയി വന്നിരുന്നു. പക്ഷെ ഇവിടെ ടു ദ ഗ്രൗണ്ട് എന്നുള്ളതൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് പോയി നോക്കാം. ഹി ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. സോ വാട്ട് ഈസ് ദ വെർബ് ഹിയർ? ഓപ്പൺഡ്. ആ ഓപ്പണിനോട് നമ്മൾ ചോദിക്കും വാട്ട് ഈസ് ഓപ്പൺഡ്? ഡോർ ഓഫ് ദ കേജ്. സോ ഡോർ ഓഫ് ദ കേജ് is the object of the sentence. ഈ സെന്റൻസിലും direct object മാത്രമേ ഉള്ളൂ. The door of the cage. Third sentence. He showed us an old scar on his forearm which had been caused by a tiger. So what is the verb here? Showed. കാണിക്കുക. അവരോട് നമ്മൾ എന്ത് ചോദിക്കും? What he showed. എന്താണ് കാണിച്ചത്? An old scar. An old scar is the object. Then to whom it is showed? Us. He showed us. ഞങ്ങളെ എന്ന് പറയുന്നുണ്ട്. So that is another object. So here we have direct object and indirect object. What എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഓൾഡ് സ്കാർ ആയതിനാൽ ഈ സെന്റൻസിലെ ഡിറക്റ്റ് ഒബ്ജക്റ്റ് ഓൾഡ് സ്കാറും ടു ഹൂം എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്നത് അസ് എന്നുള്ള ആൻസർ ആയതുകൊണ്ട് അസ് എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ഈ സെന്റൻസിൽ. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ, എ റിലേറ്റീവ് ക്ലോസ്. അതേപോലെ ഓൺ ഹിസ് ഫോർആം എന്നുള്ളതിനെ നമുക്കൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് വിളിക്കാവുന്നതാണ്. ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് ഡിറക്റ്റ് ഒബ്ജക്ട്സും ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. എല്ലാവർക്കും ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് കോംപ്ലിമെന്റ്സ്. ഒരു വേർബ് ഫ്രേസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കോംപ്ലിമെന്റ്സ്. എന്താണ് കോംപ്ലിമെന്റ് എന്നുള്ളത് നോക്കാം. Here we have a sentence. She is fine. Here she is the subject part. ഇവിടെ she എന്നതാണ് ഈ സെന്റൻസിലെ സബ്ജക്ട് പാർട്ട്. Is fine is the predicate. അല്ലേ? Is fine എന്നുള്ളത് ഈ സെന്റൻസിലെ predicate പാർട്ടുമാണ്. Is എന്നുള്ളത് verb ആണ്. Is an auxiliary verb. The word fine says more about the subject. ഇവിടെ she is fine എന്നുള്ളതിൽ fine എന്ന വേർഡ് she എന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് പറയുന്നത്. So the words which say more about subject is called subject complement. സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെ നമുക്ക് എന്ത് പറയാം? സബ്ജക്ട് കോംപ്ലിമെന്റ് എന്ന് പറയാം. ഇങ്ങനെ സബ്ജക്ട് കോംപ്ലിമെന്റ് ഉള്ള വാക്കുകളിലെ മെയിൻ വെർബ് പൊതുവിൽ ഈസ്, ആർ, ആം, വാസ്, വർ, സീം, അപ്പിയർ, ലുക്ക്, ബിക്കം, ഗ്രോ, ഫീൽ, ടേൺ, ടേസ്റ്റ് തുടങ്ങിയ ഇൻകംപ്ലീറ്റ് പ്രെഡിക്കേഷൻസ് ആയിരിക്കും. Now let's see the definition of complement. A complement is part of the predicate of a sentence and describes either the subject of the sentence or the direct object. കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിന്റെ പ്രെഡിക്കേറ്റ് പാർട്ടിന്റെ ഭാഗമായി വരുന്നതാണ്. ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ കുറിച്ചോ ഉള്ള കൂടുതൽ വിവരങ്ങളാണ് കോംപ്ലിമെന്റിൽ വരിക. If it modifies the subject, it is called subject complement. If it modifies the object, we call it the object complement. Now let us see what is a subject complement. A subject complement is a word or phrase that describes the subject. It gives more information about the subject. It follows a linking or sense verb. Example, dolphins are extraordinary creatures. Here, extraordinary creatures എന്നുള്ളതാണ് സബ്ജക്ട് കോംപ്ലിമെന്റ്. കാരണം ഡോൾഫിൻസിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യമാണ് എക്സ്ട്രോണറി ക്രീച്ചേഴ്സ് എന്നുള്ള ഒരു വിവരണമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള മറ്റ് എക്സാമ്പിൾസിലോട്ട് പോവാം. ഷീ ഈസ് ഇന്റലിജന്റ്. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സബ്ജക്ട് കോംപ്ലിമെന്റ്. ഇന്റലിജന്റ് എന്നുള്ളത് അല്ലെ, അവൾ ഇന്റലിജന്റ് ആണ് എന്ന് പറയുമ്പോൾ അവളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്റലിജന്റ് എന്ന വേർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ഹൗസ് ഈസ് ടു ലെറ്റ്. ടു ലെറ്റ് എന്നുള്ളത് ഇവിടെ സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്. ദ ചൈൽഡ് കണ്ടിന്യൂഡ് ക്രൈയിങ്. Here, crying is a subject complement. She looked depressed. Here, depressed is subject complement. He is smart. She is beautiful. എന്നൊക്കെ പറയുന്നത് നമുക്ക് subject complementൽ പെടുത്താം. Now let us see what is an object complement. An object complement is a word or phrase that describes the object. നേരത്തെ നമ്മൾ പഠിച്ചത് സബ്ജക്ട് കോംപ്ലിമെന്റിൽ സബ്ജക്റ്റിനെ ആയിരുന്നു കോംപ്ലിമെന്റ് ഡിസ്ക്രൈബ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഒബ്ജക്ട് കോംപ്ലിമെന്റിൽ ഉണ്ടാവുക. It gives further meaning to the direct object. It follows a direct object. Direct object ne kurichulla koodal informations object complement il undavum. Here we have an example. The sight of a tiger made the moose nervous. Ee sentence il namukariyam tiger
സബ്ജക്റ്റും മെയ്ഡ് വേർബും മൂസ് എന്നുള്ളത് ഒബ്ജക്റ്റുമാണ്. ടൈഗറിനെ കണ്ട കാഴ്ച മൂസിനെ എന്താക്കി? നെർവസ് ആക്കി. മൂസ് എന്ന് പറഞ്ഞാൽ മാനാണ്. സോ ഇവിടെ മാനിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതുകൊണ്ട് ഇതൊരു ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഒബ്ജക്റ്റിന് തൊട്ടു ശേഷമാണ് നെർവസ് എന്നുള്ള വേർഡും ഇവിടെ വന്നിട്ടുള്ളത്. മറ്റ് എക്സാമ്പിൾസിലോട്ട് പോവാം. ദ ടീച്ചർ അപ്പോയിന്റഡ് ചാൾസ് മോണിറ്റർ. ടീച്ചർ ചാൾസിനെ എന്തായിട്ട് നിയമിച്ചു? മോണിറ്റർ ആയിട്ട്. സോ ഹിയർ മോണിറ്റർ ഈസ് an example for object complement. They elected Ram their president. ഇവിടെ their president is an example for object complement. Frustration drove him mad. Here mad is an example for object complement. അതേപോലെ they named her angel. ഇവിടെ angel എന്നുള്ളത് ഒരു object complement ആയിട്ടാണ് വരുന്നത്. നമുക്ക് തന്നിട്ടുള്ള 3 സെന്റൻസസ് ഉണ്ട്. അതിനകത്ത് നിന്ന് നമ്മളോട് കോംപ്ലിമെന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസ്, the tigers were robust. ഇതിനകത്ത് റോബസ്റ്റ് ഈസ് ദ സബ്ജക്ട് കോംപ്ലിമെന്റ്. ദേ were poor എന്ന സെന്റൻസിൽ poor എന്നുള്ളതാണ് സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നത്. A stand in is a person physically similar to the actor എന്ന സെന്റൻസിൽ a person physically similar to the actor എന്നുള്ളത് സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നു. സോ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് ഇംഗ്ലീഷ് സെന്റൻസ്. ഇംഗ്ലീഷ് സെന്റൻസസിലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പാറ്റേൺസ്. നേരത്തെ നമ്മളൊരു സെന്റൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ സബ്ജക്ട് പാർട്ടായിട്ടും പ്രെഡിക്കേറ്റ് പാർട്ടായിട്ടും സ്പ്ലിറ്റ് ചെയ്യാന്ന് കണ്ടു. അതേ സെന്റൻസിനെ തന്നെ നമുക്കറിയാം എങ്ങനെ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ആക്കി മാറ്റാമെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ പാറ്റേൺ ഫോം ചെയ്യാം എന്നുള്ളതാണ്. സോ നമുക്ക് എക്സാമ്പിൾസിലൂടെ പോവാം. Here we have 6 sentences. Let us analyze it. First one is birds fly. Birds fly എന്നതിന്റെ സെന്റൻസ് പാറ്റേൺ സബ്ജക്ട് പ്ലസ് വേർബ് ആണ്. സബ്ജക്ട് പ്ലസ് വേർബ്, എസ് പ്ലസ് വി പാറ്റേൺ എന്ന് പറയും. എന്തുകൊണ്ടാണ്? ഇവിടെ 2 കോൺസ്റ്റിറ്റ്യുവൻസേ ഉള്ളൂ. ബേർഡ്സ് ഈസ് ദ സബ്ജക്ട്, ഫ്ലൈ ഈസ് വേർബ്. ഇവിടെ 2 ഘടകങ്ങളേ ഉള്ളൂ, വേർബും സബ്ജക്റ്റും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കതിനെ എസ് പ്ലസ് വി പാറ്റേൺ, സബ്ജക്ട് പ്ലസ് വേർബ് എന്ന് പറയാം. What about the second sentence? Hitchcock needed a variety of birds. So here we know that Hitchcock is the subject, needed is verb, a variety of birds is object. അപ്പോൾ ഇതിനെ നമുക്ക് എസ് പ്ലസ് വി പ്ലസ് ഒ പാറ്റേൺ, സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട്, എസ് വി ഒ പാറ്റേൺ എന്ന് പറയാം. നമ്മൾ വളരെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ഗ്രാമർ പഠിക്കുമ്പോൾ രാമ കിൽഡ് രാവണ. രാമ കിൽഡ് രാവണ എന്ന സെന്റൻസിന്റെ പാറ്റേൺ എന്താണ്? രാമ ഈസ് സബ്ജക്ട്, കിൽഡ് ഈസ് വേർബ്, രാവണ ഈസ് ഒബ്ജക്ട്. സോ എസ് വി ഒ പാറ്റേൺ ആണെന്ന് നമുക്കറിയാം. ഇതേ സെന്റൻസ് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിലോ, രാമൻ രാവണനെ കൊന്നു. എസ് വി ആണോ? അല്ല, എസ് ഒ വി പാറ്റേൺ ആണ് മലയാളത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, വലിയ ഡിഫറൻസ് ഉണ്ട് മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും സെന്റൻസിന്റെ പാറ്റേണിൽ പോലും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മലയാളത്തിൽ ചിന്തിച്ച് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഇംഗ്ലീഷിലോട്ട് മാറ്റിയിട്ട് എഴുതുമ്പോൾ തെറ്റിപ്പോകുന്നത്. കാരണം ഇംഗ്ലീഷിന്റെ പാറ്റേൺ പോലും ബേസിക്കലി എന്താണ്? മലയാളം പോലെയല്ല. സെയിം അർത്ഥമുള്ള സെന്റൻസ് ആണെങ്കിലും പാറ്റേൺ വ്യത്യാസമുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും. ഇത് സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് തേർഡ് എക്സാമ്പിളിലോട്ട് പോവാം. He showed us an old scar. Here he is the subject, showed is verb, us and an old scar. ഇത് രണ്ടും എന്താണ്? ഒബ്ജക്ട്സ് ആണ്. ഒന്ന് ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റും മറ്റേത് ഡിറക്റ്റ് ഒബ്ജക്റ്റും. ഈ സെയിം സെന്റൻസ് നമ്മൾ ഒബ്ജക്ട്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. സോ ഇവിടെ സെന്റൻസ് പാറ്റേൺ സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഇൻഡിറക്റ്റ് ഒബ്ജക്ട് പ്ലസ് ഡിറക്റ്റ് ഒബ്ജക്ട്. സോ എസ് വി ഒ ഒ പാറ്റേൺ ആണ് ഈ സെന്റൻസ് നമുക്ക് കാണാൻ സാധിക്കുക. എസ് വി ഒ ഒ, സബ്ജക്ട് വേർബ് ഒബ്ജക്ട് ഒബ്ജക്ട് പാറ്റേൺ. Now we are moving to the fourth sentence. Every animal in Hollywood film is well trained. Here every animal in Hollywood film is the subject. Is എന്നുള്ളത് verb ആയിട്ടും well trained ഇവിടെ എന്താണ്? It's a complement. It is a subject complement. So ഈ സെന്റൻസിന്റെ പാറ്റേൺ സബ്ജക്ട് പ്ലസ് verb plus subject complement, SVC pattern. SVC pattern ഉള്ള ഒരു സെന്റൻസ് ആണ്. Fourth one. Now we are going to the fifth one. We made Boral the next location. Here we is subject,
made is verb, borrel is object. The next location is complement. It's an object complement. The next location is an object complement. അങ്ങനെയാണെങ്കിൽ what is the sentence pattern? Subject plus verb plus object plus complement. SVOC pattern. Now we are moving to the sixth sentence. A few actors were moving about in the set. A few actors is the subject. Were moving is the verb. About in the set is adjunct, or we can also call it adverbial phrase. So ഈ സെന്റൻസിന്റെ പാറ്റേൺ SVA, സബ്ജക്ട് വെർബ് അഡ്ജങ്ക്ട് അല്ലെങ്കിൽ adverbial phrase എന്നും പറയാറുണ്ട്. എന്തായാലും നമുക്ക് ഈ പാറ്റേണിനെ SVA പാറ്റേൺ എന്നാണ് പറയുക. So what is an adjunct or adverbial phrase? Now let us see. എന്താണ് ഒരു adjunct അല്ലെങ്കിൽ adverbial phrase എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. An adjunct is a word or phrase that constitutes an optional element or is considered of secondary importance in a sentence. For example, on the table in the sentence, we left some flowers on the table. We left some flowers itself can complete the sentence. നമുക്ക് ലഭിച്ചിട്ടുള്ള സെന്റൻസ് ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വിചാരിക്കുക. വി ലെഫ്റ്റ് സം ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. ഞങ്ങൾ കുറച്ച് പൂക്കൾ ആ ടേബിളിന്റെ മുകളിൽ വെച്ചു എന്നതാണ് സെന്റൻസ് എന്ന് കരുതുക. വി ലെഫ്റ്റ് സം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആ സെന്റൻസിന് എന്തുണ്ട്? മീനിങ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് പൂക്കൾ വെച്ചു എന്ന് പറയുമ്പോൾ ആ സെന്റൻസിന് മീനിങ് ഉണ്ട്. ഓൺ ദ ടേബിൾ എന്ന് സ്പെസിഫിക് ആയി പറയുന്നില്ലെങ്കിലും വി ഹാവ് എ മീനിങ്. സോ ഒരു വാക്യത്തിന്റെ ഭാഗമായി വരുന്ന വാക്കോ പദസമൂഹമോ ആണ് അഡ്ജങ്ക്ട്. ഈ വാക്യത്തിൽ നിന്നും നീക്കം ചെയ്താലും വാക്യത്തിന്റെ അർത്ഥത്തിൽ മാറ്റം വരുന്നില്ല. ഇത് നമ്മളൊരു സെന്റൻസിനകത്തു നിന്നും എടുത്ത് മാറ്റി കഴിഞ്ഞാലും ആ മീനിങ് കംപ്ലീറ്റ് ആണ്. അത്തരത്തിൽ ഉപയോഗിക്കുന്ന വേർഡോ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമുക്ക് എന്ത് പറയാം? വി കൻ കോൾ ഇറ്റ് അഡ്ജങ്ക്ട്. ഇതിനെ നമ്മൾ അഡ്ജങ്ക്ട് അല്ലെങ്കിൽ ആഡ്വേർബിയൽ ഫ്രേസ് എന്ന് വിളിക്കാറുണ്ട്. നമുക്ക് മറ്റൊരു സെന്റൻസ് നോക്കാം. ഹി വാസ് ടയേർഡ് ഓൾ ദ ടൈം. അവൻ എല്ലായ്പ്പോഴും ക്ഷീണിതനായിരുന്നു. ഈ സെന്റൻസിൽ വാസ് ടയേർഡ് എന്നാണ് വേർബ്. ഈ വേർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഓൾ ദ ടൈം, എല്ലാ സമയവും എന്നത് ഈ സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഓൾ ദ ടൈം എന്നില്ലാതെയും ഈ സെന്റൻസിന് എന്തുണ്ട്? മീനിങ് ഉണ്ട്. ഹി വാസ് ടയേർഡ് എന്ന് പറഞ്ഞാൽ പോലും മീനിങ് ഉണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് എ മസ്റ്റ്. ഓൾ ദ ടൈം എന്നുള്ളത് ഈ സെന്റൻസിൽ ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടിയും സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് നമുക്ക് ലഭിക്കുന്നുമുണ്ട്. And adverb phrases are known to answer the questions that describe how, when, where or how something was done as shown in the following adverb phrases examples. അതുകൂടാതെ ഒരു ആക്ഷൻ ഹൗ മീൻസ് എങ്ങനെ, വെൻ എപ്പോൾ, വേർ എവിടെ ഓർ ഹൗ ഏത് രീതിയിൽ ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടിയാണ് adverbial phrases തരുന്നത്. As far as possible, anytime, today afternoon, after the break, before midnight എന്നീ ഫ്രേസസ് ഒക്കെ when എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടുള്ള adverbial phrases ആയിട്ടാണ് വരുന്നത്. ഇനി at home, around the sun, by the mailbox, under the table, right here എന്നൊക്കെ പറയുമ്പോൾ വേർബിനോട് നമ്മൾ where it happened എന്നുള്ളതിന്റെ ആൻസർ ആയിട്ടുള്ള adverbial phrases ആണെന്ന് പറയാം. ഇനി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, ഡൂയിങ് വെൽ, എൻജോയബിൾ, വെരി വെൽ, ക്വൈറ്റ് ഈസിലി എന്നൊക്കെയാണ് ഒരു സെന്റൻസിൽ വരുന്നതെങ്കിൽ അത് വേർബിനോട് ഹൗ എന്നുള്ള ചോദ്യത്തിന്റെ ആൻസേഴ്സ് ആയിട്ടുള്ള ആഡ്വേർബിയൽ ഫ്രേസസ് ആണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആഡ്വേർബിയൽ ഫ്രേസസിന്റെ എക്സാമ്പിൾസ് ആയ സെന്റൻസസ് നോക്കാം. മീറ്റ് ഹർ അറ്റ് ദ ബ്രിഡ്ജ് ഹോട്ടൽ ദിസ് ആഫ്റ്റർനൂൺ എന്ന സെന്റൻസിൽ അറ്റ് ദ ബ്രിഡ്ജ് ഹോട്ടൽ ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആഡ്വേർബിയൽ ഫ്രേസ്. യു നീഡ് ടു ക്ലീൻ യുവർ ഹൗസ് ബെറ്റർ ദാൻ ദാറ്റ്. Here, better than that എന്നുള്ളത് adverbial phrasesന്റെ ഒരു എക്സാമ്പിൾ ആണ്. She walks to school every day എന്നുള്ള സെന്റൻസിൽ every day എന്നുള്ളത് adverbial phrasesന്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ഈ തന്നിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അത് നമുക്ക് എന്ത് പറയാം? adverbial phrase or adjunct എന്ന് വിളിക്കാൻ പറ്റുന്ന. സോ ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആ കാര്യങ്ങളെയൊക്കെ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. It went well this time. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സെന്റൻസ്. It went well this time. What is the subject part? It എന്നുള്ളതാണ് ഈ സെന്റൻസിലെ സബ്ജക്ട് പാർട്ട്. Verb phrase is went well this time. Went well this time എന്നുള്ളതാണ് ഈ സെന്റൻസിലെ verb phrase അല്ലെങ്കിൽ predicate part. Then further classifying, verb എന്താണ് ഈ സെന്റൻസിലെ? went എന്നുള്ളതാണ് verb. The word well qualifies the verb went, so it is an adverb or adjunct.
ഇവിടെ വെൽ എന്ന് കാണുന്ന ഈ വേർഡ് വേർബിനെ ക്വാളിഫൈ ചെയ്യുന്നു. അത്തരത്തിൽ വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡ്സിനെ നമുക്ക് ആഡ്വേർബ് എന്നാണ് പറയാറുള്ളത്. സോ ഇവിടെ വെൽ എന്നുള്ള വേർഡ് ആഡ്വേർബ് ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ അഡ്ജങ്ക്ട് എന്നും പറയാൻ സാധിക്കും. അതേപോലെ ദിസ് ടൈം ഓൾസോ ക്വാളിഫൈസ് ദ വേർബ് വെന്റ്. ദിസ് ടൈം എന്നുള്ളതും വേർബായിട്ടുള്ള വെന്റിനെ ക്വാളിഫൈ ചെയ്യുന്നതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് പറയാം, ആഡ്വേർബ് അല്ലെങ്കിൽ അഡ്ജങ്ക്ട് എന്ന് വിളിക്കാവുന്നതാണ്. സോ വാട്ട് ഈസ് ദ സെന്റൻസ് പാറ്റേൺ ഓഫ് ദ സെന്റൻസ് ഇറ്റ് വെന്റ് വെൽ ദിസ് ടൈം? സബ്ജക്ട് പ്ലസ് verb plus adjunct plus adjunct. Now let us see another sentence. The tiger emerged with a loud roar in the beginning. Here the tiger is the noun phrase. Emerged with a loud roar in the beginning എന്നുള്ളതാണ് verb phrase. ആ verb phrase നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. Emerged is the verb. With a loud roar is the prepositional phrase. In the beginning is a prepositional phrase. The third sentence is it calmed down very quickly. It is noun phrase. Calmed down very quickly is the verb phrase. Further dividing, calm down is the verb. Very quickly is an adjunct. The next sentence is the scenes were very nice. ഇവിടെ the scenes എന്നുള്ളത് noun phrase-ഉം were very nice എന്നുള്ളത് verb phrase-ഉം ആണ്. അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്താൽ were എന്നുള്ളത് verb-ഉം very nice എന്നുള്ളതൊരു കോംപ്ലിമെന്റും ആണ്. The director and the crew were seen happy. അതിനകത്ത് ദ ഡയറക്ടർ ആൻഡ് ദ ക്രൂ എന്നുള്ളത് നൗൺ ഫ്രേസും വേർ സീൻ ഹാപ്പി എന്നുള്ളത് വേർബ് ഫ്രേസും ആണ്. ആ വേർബ് ഫ്രേസ് നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വേർ എന്നുള്ളതൊരു ഓക്സിലറി വേർബാണ്, സീൻ എന്നുള്ളതൊരു വേർബാണ്, ഹാപ്പി എന്നുള്ളത് ഒരു കോംപ്ലിമെന്റും ആണ്. സോ ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നോട്ടുകൾ കൃത്യമായിട്ട് എഴുതി വെച്ച് അതിന് എക്സാമ്പിൾസിലൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ടേക്ക് കെയർ. ബൈ.